ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോഷനിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം വേണം ഈ പാർട്ട് കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമും കൂടെയാണ്. ദാറ്റ് ഈസ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. വേഗവും പ്രവേഗവും, വേഗതയും പ്രവേഗവും. അപ്പോൾ സ്പീഡ് അല്ലേ നമ്മൾ എന്നും പറയാറുള്ളൊരു ടേം ആയിരിക്കും. നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ കണ്ട ആ വീഡിയോ ഒന്നുകൂടെ കാണാം. ഉസൈൻ ബോൾട്ട് away first time, good start from Bolt. Bolt leading the moment and going away. Gay trying to go with him and he's being dragged through to second place, but he's going to win it by 2 meters. അപ്പോൾ ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിൻ്റെ ഫൈനൽ നടക്കുമ്പോൾ അല്ലേ, അപ്പോൾ 6 ആളുകൾ ഒരു ഫൈനലിൽ പങ്കെടുക്കുകയാണ്. ആ 6 ആളുകൾക്കും ഓടി തീർക്കാനുള്ളത് ആ 100 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അത് ഡിസ്പ്ലേസ്മെൻറ്റും കൂടെയാണ്. അപ്പോൾ ഈ 6 ആളുകൾക്കും 100 മീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഉസൈൻ ബോൾട്ടിന് ഗോൾഡ് മെഡൽ കിട്ടി? എങ്ങനെ അദ്ദേഹം ഫസ്റ്റ് വന്നു? വളരെ സിമ്പിളാണ്. അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ആ 100 മീറ്റർ എന്ന ദൂരം ഓടിത്തീർത്തത്, ഏറ്റവും കുറഞ്ഞ സമയത്ത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീഡ് എന്താ, വെലോസിറ്റി എന്താ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താന്ന് പഠിച്ചേ പറ്റൂ. ദൂരവും സ്ഥാനാന്തരവും അറിയാവുന്ന ഒരാൾക്ക് സ്പീഡും വെലോസിറ്റിയും ക്ലിയറായി മനസ്സിലാവും. നോക്കാം നമുക്ക്. ഈ ചിത്രത്തിൽ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കും. 2 വഴികളുണ്ട്. ഒന്ന് എയിൽ നിന്ന് ബിയിലൂടെ ഡിയിലെത്താം, മറ്റൊന്ന് എയിൽ നിന്ന് സിയിലൂടെ ഡിയിലെത്താം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് എയിൽ നിന്ന് ബിയിലൂടെ ഡിയിലേക്ക് 150 മീറ്റർ ദൂരം. അപ്പോൾ ഈ 150 മീറ്റർ ദൂരം ബിയിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം 10 സെക്കൻഡാണെന്ന് വിചാരിക്കും. ശ്രദ്ധിക്കണം, 150 മീറ്റർ ദൂരം സഞ്ചരിച്ച് തീർക്കാൻ അദ്ദേഹം എടുത്തത് 10 സെക്കൻഡ്. ക്ലിയർ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം 1 സെക്കൻഡിൽ എവിടെ എത്തിയിട്ടുണ്ടാവും? 10 സെക്കൻഡ് കൊണ്ട് 150 മീറ്റർ. അപ്പോൾ 1 സെക്കൻഡിൽ അദ്ദേഹം 150/10 15 മീറ്റർ പിന്നിട്ടുണ്ടാവും ഇല്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ദൂരം, ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ട ടൈമാണ് 10 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ അദ്ദേഹം എത്തിയത് 15 മീറ്ററാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡ്, വേഗത. അപ്പോൾ ഈ 1 സെക്കൻഡിലേക്ക് മാറ്റാനാണല്ലോ ഞാൻ സമയം കൊണ്ട് അരിച്ചത്. അപ്പോൾ 1 സെക്കൻഡിൽ, ഒരു യൂണിറ്റ് സമയത്ത് ഒരു വസ്തു സഞ്ചരിച്ച ദൂരം തന്നെയാണ് വേഗത. അപ്പോൾ 15 മീറ്റർ എന്നുള്ളത് 1 സെക്കൻഡിലാണ്. വൺസ് അഗെയിൻ, സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. 1 സെക്കൻഡിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗത എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്താ വെലോസിറ്റി എന്നുള്ള ടേം. അപ്പോൾ അദ്ദേഹം എയിൽ നിന്ന് ബിയിലൂടെ ഡിയിലെത്തിയാലും എയിൽ നിന്ന് സിയിലൂടെ ഡിയിലെത്തിയാലും അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം എ ടു ഡി ആണ്, ഈ 100 മീറ്ററാണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ 1 സെക്കൻഡിൽ എത്ര എത്തി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതേ 100നെ അതേ 10 സെക്കൻഡ് കൊണ്ട്, കാരണം അദ്ദേഹം ഡിയിലെത്താനെടുത്ത സമയം ഇതാണെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 10 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണം, ഈ 10 മീറ്റർ എന്നുള്ളത് 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ്. ഇത് 1 സെക്കൻഡിലുണ്ടായ ദൂരമാണ്. സോ 1 സെക്കൻഡിലുണ്ടായ ദൂരത്തെ വേഗത എന്നും 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തെ പ്രവേഗം എന്നും പറയും. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആൻഡ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ ഇങ്ങനെ കാണാം. നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടുമ്പോൾ 20, 30, 40 ഇങ്ങനെ കാണാം. അതെന്താ? 40 കിലോമീറ്റർ പെർ ഹവർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ സെക്കൻഡിൽ മാത്രമല്ല സ്പീഡ് ഡിസ്ക്രൈബ് ചെയ്യുക. 1 സെക്കൻഡ് എന്നതിലുപരി 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ. വലിയ വേഗതയൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടതായി വരുമ്പോൾ നമുക്കൊരു സെക്കൻഡിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 40 കിലോമീറ്റർ 1 മണിക്കൂറിൽ, അല്ലെങ്കിൽ 60 കിലോമീറ്റർ 1 മണിക്കൂറിൽ. അപ്പോൾ റോഡിൻ്റെ വളവും തിരിവും കയറ്റും ഇറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ദൂരമാണ്, അപ്പോൾ അത് വേഗതയാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് എന്താണെന്നൊരു എക്സാമിന് ചോദ്യം ചോദിച്ചാൽ അത് വെലോസിറ്റി അല്ല, അതെന്താണ്? സ്പീഡാണ്, വേഗത.
ക്ലിയർ? അപ്പോൾ നേരത്തെ ഉണ്ടായ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കുന്ന പോലെ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് സ്പീഡ്, വാട്ട് ഈസ് വെലോസിറ്റി? ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. അത് അതിൻ്റെ ഡെഫിനിഷൻ. യൂണിറ്റോ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് രണ്ടിനും. ഇനി വലിയ യൂണിറ്റായിട്ട് നമ്മൾ കിലോമീറ്റർ പെർ ഹവർ ഉപയോഗിക്കുന്നു മാത്രം. ഇനി സ്പീഡിന് ഡിസ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്, ദൂരം കൊണ്ടാണ്. ദൂരം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അദിശ അളവാണ്, ദിശയില്ലാത്ത ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്പീഡിന് നമ്മൾ എന്തെങ്കിലും ഡയറക്ഷൻ പറയാൻ പറ്റുമോ? നമ്മളൊരു വണ്ടി എടുത്തിട്ട് 40 കിലോമീറ്റർ പെർ ഹവറിൽ നേരെ പോയി എന്ന് പറയാൻ കഴിയുമോ? കാരണം റോഡ് നേരെ അല്ലല്ലോ. അപ്പോൾ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഒരു അദിശ അളവാണ്. എന്നാൽ വെലോസിറ്റി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടാണ് ഹരിച്ചത്. ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം എപ്പോഴും നേർരേഖയിൽ എടുക്കുള്ളൂ. അപ്പോൾ വെലോസിറ്റിയും തീർച്ചയായിട്ടും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സദിശ അളവാണ്. നമ്മൾ റോക്കറ്റിൻ്റെ ഒക്കെ സ്പീഡിലല്ല പറയാം, റോക്കറ്റിന് വെലോസിറ്റി എന്നാണ് പറയാം. എർത്തിൽ നിന്ന് ഒരാൾക്ക് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ വിട്ട് അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. അത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വെലോസിറ്റിയിൽ പോകണമെന്നാണ് പറയുക. അപ്പോൾ റോക്കറ്റിൻ്റെ അങ്ങനെ പറയാൻ കാരണം റോക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ബാക്കിയുള്ള വാഹനങ്ങൾക്കൊക്കെ നമുക്ക് സ്പീഡിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദൂരത്തെ പോലെ സ്പീഡിൻ്റെ അളവ് ഒരിക്കലും 0-ലേക്കോ അല്ലെ കുറഞ്ഞോ വരില്ല. പക്ഷേ വെലോസിറ്റി അങ്ങനെയല്ല, കുറഞ്ഞു വരും. ഡിസ്പ്ലേസ്മെൻറ്റിനെ പോലെ എന്തും ആവാം, 0യും ആവാം. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ളത്. അടുത്ത ടോപ്പിക് സ്പീഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. സമവേഗവും അസമവേഗവും. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ്. നമുക്കത് എളുപ്പത്തിൽ കണക്ക് ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം കാണാം. ഫിഗർ 9.7. എയിൽ നിന്ന് എഫിലേക്ക് ഒരു കാർ സഞ്ചരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ബിയും സിയും ഡിയും ഇയും ഒക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ എ മുതൽ ബി വരെ, ബി മുതൽ സി വരെ, സി മുതൽ ഡി വരെ, ഡി മുതൽ ഇ വരെയുള്ള ദൂരമൊക്കെ അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെടുത്ത സമയം കൊടുത്തിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് വേഗം ആ ടേബിൾ ഫില്ല് ചെയ്ത് പോവാം. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് വ്യക്തമായി കാണാം, 20 മീറ്റർ. അതിനെടുത്ത സമയം 2 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് ബൈ ടൈം 20/2 അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം രണ്ടും ചിത്രത്തിലുണ്ട്. അപ്പോൾ അത് 20/2, ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ബി മുതൽ സി വരെ, സി മുതൽ ഡി വരെ എല്ലാം 20 മീറ്റർ ആണ്. അതിനെടുത്ത ടൈം എന്ത് തന്നെയാണ്? 2 സെക്കൻഡാണ്. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടാലും നിങ്ങൾക്ക് ആ കാറിൻ്റെ ബിയും സിയും ഡിയിലൊക്കെ എത്തുമ്പോഴുള്ള സ്പീഡ് എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് എപ്പോഴും ഒരേ സ്പീഡ്, ഒരേ വേഗത. അതിനാണ് സമവേഗത, യൂണിഫോം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് പറയാം, ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്ത് പോവുക. ഞാൻ ആദ്യത്തെ സെക്കൻഡിൽ 1 മീറ്റർ, അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ. അപ്പോൾ നമ്മൾ എപ്പോൾ സ്പീഡ് കണ്ടാലും എന്തായിരിക്കും? ഒരേ ഉത്തരമായിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ ഇഫ് ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് in equal interval of time, then the motion is uniform speed. ഒരു വസ്തു തുല്യമായ സമയ ഇടവേളകളിൽ തുല്യമായ ദൂരം സഞ്ചരിച്ചാൽ അത് തീർച്ചയായിട്ടും എന്തിലായിരിക്കും? സമവേഗതയിലായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലോ? ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ വ്യക്തമായൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ 1-ാമത്തെ സെക്കൻഡിൽ 1 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡിൽ ഞാൻ 2 മീറ്ററാണ് കവർ ചെയ്തതെങ്കിൽ എൻ്റെ സ്പീഡ് 1 ആണോ? അല്ല. അതിനെയാണ് അസമവേഗത എന്ന് പറയാം. നോൺ യൂണിഫോം സ്പീഡ്. നമ്മൾ സാധാരണ ഒരു വാഹനം എടുത്ത് പോകുമ്പോൾ അങ്ങനെയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും അല്ലേ? നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ 10, 20, 30, 40. അതായത് ഓരോ സമയത്ത് നമ്മുടെ സ്പീഡ് വ്യത്യാസപ്പെടുന്നുവെങ്കിൽ, മാറി വരുന്നുവെങ്കിൽ അതെന്തിലാണ്? അസമവേഗതയിലാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. സീ ദ നെക്സ്റ്റ് ടോപ്പിക്, യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും മനസ്സിലായ ഒരാൾക്ക് ഇത് വളരെ സിമ്പിളാണ്.
സമവേഗത എന്നുള്ളിടത്ത് സമപ്രവേഗം, അസമവേഗത എന്നുള്ളിടത്ത് അസമപ്രവേഗം. അപ്പോൾ ഒരു 3 ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. സമവേഗം പറഞ്ഞ പോലെ, യൂണിഫോം സ്പീഡ് പറഞ്ഞ പോലെ അല്ല യൂണിഫോം വെലോസിറ്റിയുടെ കാര്യങ്ങൾ. ചെറിയൊരു മാറ്റമുണ്ട്, ഒരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു കാറ് 3 വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മളൊരു കാറ് ആദ്യം എ എന്നൊരു വഴിയിലൂടെ 500 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. മറ്റൊരു വഴി തന്നെ ബിയിലൂടെ തന്നെയാണ്, അതും 500 മീറ്ററാണ്. പിന്നെ എന്താ മാറ്റം എന്നുള്ളത് പറയാം. അടുത്തത് സി, അതൊരു റൗണ്ട് ട്രാക്കാണ്. ഓക്കെ, ഒരു സർക്കുലാർ ട്രാക്കാണ്. അപ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം നമുക്ക് നോക്കാം. എ എന്ന ട്രാക്കിലൂടെ 500 മീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ അത് സമവേഗതയിലാണെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 1 മീറ്റർ, അടുത്തൊരു മീറ്റർ, അടുത്തൊരു മീറ്റർ ഒക്കെ ഒരേ സമയം എടുത്തിട്ട് യൂണിഫോമിലാണ്. അത് 40 തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ 10 തന്നെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഈ 500 മീറ്ററിലൂടെ ഈ ബി എന്ന ട്രാക്കിലൂടെ പോയപ്പോൾ സമവേഗത അല്ല, യൂണിഫോം സ്പീഡിലല്ല. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇതിലൂടെ സമവേഗതയിലാണ് പോയതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നേർരേഖയെ സംബന്ധിച്ച് ഒന്ന് തന്നെയല്ലേ. നേർരേഖയിൽ പോകുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേപോലെയാണ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈമിൽ, അപ്പോൾ ഇവിടെ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടൈമിൽ കവർ ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തിലായിരിക്കും? യൂണിഫോം സ്പീഡിലുമാണ്, യൂണിഫോം വെലോസിറ്റിയിലുമാണ്, സമപ്രവേഗത്തിലാണ്. പക്ഷേ ഇവിടെ ഒരേ സമയത്തല്ല ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഒരേ സമയം എടുത്തിട്ടല്ല ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്കൻഡിൽ 4 ആണെങ്കിൽ അടുത്ത അതേ സെക്കൻഡിൽ ചിലപ്പോൾ 10 ആയിരിക്കാം, 20 ആയിരിക്കാം. അതായത് നേരെയുള്ള ഒരു പാലത്തിലൂടെ നിങ്ങൾ സ്പീഡ് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് നോൺ യൂണിഫോം സ്പീഡല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറുന്നതുകൊണ്ട്, അതിൻ്റെ അളവ് ഇങ്ങനെ മാറുന്നതുകൊണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നതുകൊണ്ട് ഇത് അസമവേഗതയിലാണ്. അതുപോലെ ഇത് അസമപ്രവേഗത്തിലുമാണ്. രണ്ടും നോൺ യൂണിഫോമാണ്. അപ്പോൾ ഇത് യൂണിഫോം, ഇത് നോൺ യൂണിഫോം, അത് രണ്ടിനും ഒരേപോലെയാണ്. ഇനി ഇവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ടൊരു സംഭവം. ഈ കാറ് റൗണ്ട് ട്രാക്കിലൂടെ എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ, അടുത്ത ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 5 മീറ്റർ, വേണമെങ്കിൽ ഒരേ ഡിസ്റ്റൻസ്, ഒരേ ദൂരം ഇങ്ങനെ കവർ ചെയ്യാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമോ? ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ വേറെ ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇവിടെ എത്തിയപ്പോൾ വേറെ ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇവിടെ എത്തിയപ്പോൾ വേറെ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ മാറും, കാരണം ദിശ മാറുന്നുണ്ട്. ഡിസ്റ്റൻസ് മാറാനില്ല, ദിശ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു റൗണ്ട് ട്രാക്കിലൂടെ ഒരിക്കലും ഒരാൾക്കും എന്തിൽ പോകാൻ സാധിക്കില്ല. സെയിം വെലോസിറ്റിയിൽ, യൂണിഫോം വെലോസിറ്റിയിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം ഇവിടെ വില മാറുന്നില്ല, ഓരോ സെക്കൻഡിൽ 5 മീറ്ററാണ്, പക്ഷേ ഡയറക്ഷൻ മാറുന്നു. അപ്പോൾ വിലയോ, അതായത് അളവോ ദിശയോ മാറിയാൽ എന്ത് മാറും? ഡിസ്പ്ലേസ്മെൻറ്റ് മാറും, അപ്പോൾ പ്രവേഗവും മാറും. അപ്പോൾ if the direction of motion changes, the velocity also changes. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അല്ലെങ്കിൽ മോഷൻ്റെ, ചലനത്തിൻ്റെ ദിശ മാറുന്നു എങ്കിൽ അതിൻ്റെ പ്രവേഗവും തീർച്ചയായും മാറും. അപ്പോൾ ഇത് മാത്രം നോട്ട് ചെയ്യുക. റൗണ്ട് ട്രാക്കിലൂടെ സമപ്രവേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല, പക്ഷേ സമവേഗതയിൽ സഞ്ചരിക്കാം. ക്ലിയർ? അപ്പോൾ യൂണിഫോം വെലോസിറ്റിക്കും നോൺ യൂണിഫോം വെലോസിറ്റിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഉദാഹരണങ്ങൾ 2 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം. അപ്പോൾ നേരെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? വളരെ വേഗതയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നൊരു സംഭവമുണ്ട്. അതാണ് വെലോസിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ ദ സ്പേസ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. എപ്പോഴും ഒരേ സ്പീഡിൽ, ഒരേ വെലോസിറ്റിയിൽ. രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ സ്ട്രെയിറ്റ് എന്ന് കൂട്ടിച്ചേർത്താൽ മതി. എ കാർ ട്രാവൽസ് ത്രൂ എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, അങ്ങനെ സ്ട്രെയിറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ നമുക്കത് യൂണിഫോം വെലോസിറ്റി ആകും. ഇനി നോൺ യൂണിഫോമിന് ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് സ്റ്റേഷൻ, എ ബസ് സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് സ്റ്റാൻഡ്. ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ നോൺ യൂണിഫോമിന് പറയാൻ പറ്റും. അപ്പോൾ രണ്ടിൻ്റെയും 2 വീതം എക്സാമ്പിളുകൾ
നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് വരുന്നൊരു ചോദ്യം കൂടെയാണ്. യെസ്.